ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണ്. മത്തൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പായസം തന്നെയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു സ്പെഷ്യൽ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഗോൾഡ് പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും കാര്യങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. ശരിക്കും 1 million ഒക്കെ ആയി കഴിഞ്ഞിട്ടുള്ള നമ്മളൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ കുറേ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗോൾഡ് പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടാൻ കുറച്ച് ലേറ്റായി പോയി, കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് കേട്ടോ. ശരിക്കും ഏതൊരു യൂട്യൂബറിനെ പോലെ തന്നെ നമുക്കൊരു 1 million പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടുകയെന്നൊക്കെ പറയുന്നത് അത് പറയാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് ഫദ്വാണ് കേട്ടോ. ആദ്യം നമ്മൾ കിട്ടിയ സമയത്ത് തന്നെ പെട്ടെന്നൊന്ന് തുറന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒന്ന് കണ്ടു നോക്കാം. ഹായ്, വെൽക്കം ടു ഫദ്വാസ് കിച്ചൻ. എന്തൊക്കെ വിശേഷം? സുഖാണോ? ഇന്ന് നമ്മൾ ഇവിടെ ഉള്ളത് അൺബോക്സിംഗ് ടൈം. ഇന്നലെ നമ്മൾ ഓൾറെഡി തുറന്നതാണ്, ഒന്നും കൂടി ടൈം തുറക്കാം. നമ്മൾക്ക് യൂട്യൂബിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. കാർഡ് ഇതാണ് നമ്മളുടെ ന്യൂ പ്ലേ ബട്ടൺ. സോ ഇതാണ് നമ്മളുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ. Presented to FADWAS Kitchen for passing 1 million subscribers at YouTube. Wow! YouTube emblem നോക്ക്. Reflection. ഇന്ന് നമ്മൾ ഇവിടെ ഉള്ളത് അൺബോക്സിംഗ് ഡൂഡാണോ? സീരിയസ് ആണ് മോളെ. അൺബോക്സിംഗ് ഡൂഡ്. പറയും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. വെൽക്കം ടു ഫദ്വാസ് കിച്ചൻ പറയും. സോ ഉമ്മച്ചി, എങ്ങനെ നമുക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടാം? താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷിൽ പറയാൻ പറ്റാ? താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് അവർ ചാനൽ. എനിക്കത് പറയാം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സന്തോഷമുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു അടിപൊളി ഒരു മധുരം നല്ലൊരു പായസമാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടുവയ്ക്കാമല്ലോ. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള മെയിൻ ചേരുവയായിട്ടുള്ള മത്തൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ കറിക്കൊക്കെ വേണ്ടി വാങ്ങിക്കുന്ന മത്തൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. പിന്നെ വളരെ മൂപ്പ് കുറഞ്ഞതുണ്ടല്ലോ, മൂക്കാത്തത്, അതെടുക്കരുത്. ഈ ഒരു രീതിയിലൊക്കെ വരുന്നത് എടുത്താൽ മതിയാകും. അപ്പോൾ ആദ്യം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അതിൻ്റെ മേൽഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം, ഏകദേശം 1.5 കപ്പ് വെള്ളമൊക്കെ മതിയാവും, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മത്തനായതുകൊണ്ട് തന്നെ ഒരുപാട് വേവ് സമയം കൂടുതലൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അതായത് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഉടഞ്ഞിരുന്നു കേട്ടോ. ഈ ഒരു രീതിയിൽ വെന്ത് വന്നാൽ മതിയാകും. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. വെള്ളം കളയണ്ട, വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. മത്തൻ നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മത്തൻ്റെ പീസുകളൊക്കെ ചൂടാറി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ചൊരു അരി വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്ച്ചോറൊക്കെ വെക്കുന്ന ജീരകശാല അരി ഉണ്ടല്ലോ, ചെറിയൊരു കൈപ്പിടിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്ര തന്നെ മതിയാകും. ഈ ഒരു അളവിലേക്ക് കൂടുതൽ വേണ്ട. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അരി അത്യാവശ്യം ഒന്ന് വെന്ത് വന്നോട്ടെ. ഇതുപോലെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ. വേവില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പായസത്തിൽ കുഴിക്കുന്ന സമയത്ത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ആ ഒരു നെയ്ച്ചോറിൻ്റെ അരി വേവാനുള്ള സമയം എന്തായാലും വേണ്ടി വരും. ഇതുപോലെ നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം ഇതും ഒന്ന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മത്തൻ പീസുകളൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ ചൂടാറി വന്ന ശേഷം ഇതിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം.
പിന്നെ ഒരു 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര മതിയാവില്ല, നമുക്ക് ലാസ്റ്റ് മിക്സ് ആക്കി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മത്തൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊരു പകുതി ഒഴിച്ചു കൊടുത്താൽ മതി, മുഴുവൻ വേണ്ടി വരില്ല. നോക്കിയിട്ട് നമുക്ക് ആ ലൂസ് നോക്കിയിട്ട് പിന്നെ എടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് കേട്ടോ, തരികളൊന്നും ഇല്ലാതെ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പായസം ഉണ്ടാക്കാനുള്ള ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചോറ് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അരഞ്ഞ് പേസ്റ്റ് ആവാതെ ഒറ്റ കറക്കം മതിയിട്ട്, അതായത് ഒരു ചോറ് ഒരു 2 കഷ്ണമൊക്കെ ആയിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടൂല, ആ ഒരു രീതിയിൽ മതി, പേസ്റ്റായി പോകണ്ട. എന്നിട്ട് അത് ഈ ഒരു മത്തൻ്റെ മിക്സിലേക്ക് മുഴുവനായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും, അത് കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ടൊരു വിസ്കായിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. പാലൊക്കെ ഒഴിക്കുന്നതിന് മുൻപ് തന്നെ മിക്സ് ആക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് വെള്ളമയം വന്നു കഴിഞ്ഞാൽ ഇത് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ ചോറും ഇങ്ങനെ വേറിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്കുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. കാച്ചിയെടുത്തിട്ടുള്ള പാലൊന്നുമല്ല കേട്ടോ, ഫ്രഷ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ലിറ്റർ പാലാണ്, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ തീ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. എല്ലാം സെറ്റായതിന് ശേഷം ഗ്യാസ് കത്തിച്ച് തിളപ്പിച്ചെടുത്താൽ മതി. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയ്ക്ക് എന്തായാലും വേണ്ടി വരും. ഇതൊരു കറക്റ്റ് മധുരം തന്നെയായിട്ടാണ് തോന്നുന്നത്. പിന്നെ വേണമെങ്കിൽ ഇത്തിരി അങ്ങോട്ടും മാറ്റം വരുത്താം. ഇനി ഇതുപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ അത്യാവശ്യം തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങ് തിളപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു പായസം എന്ന് പറയുമ്പോൾ നമ്മൾ സേമിയ പായസമൊക്കെ പറയുന്നത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പോലെ ഒന്നല്ല, ഈ ഒരു കുറച്ച് ലൂസ് തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത്തിരി ഇങ്ങനെ അരി ഇങ്ങനെ കടിക്കാൻ ആ ചോറ് ഇങ്ങനെ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും പാകത്തിനൊരു കുറുകൽ. അപ്പോൾ ഇനി ഇൻ കേസ് നിങ്ങൾ എടുത്ത സമയത്ത് വെള്ളം ഒറ്റത്തിരി കൂടിയിട്ടുണ്ട്, ഭയങ്കര ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം കൂടെ അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ പാകത്തിന് കട്ടിയായിക്കോളും. ലാസ്റ്റ് തിളച്ച് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലേവർ നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ. ഞാനിപ്പോൾ പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി അതോടൊന്ന് അങ്ങ് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ശരിക്കും നമ്മളിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത സമയത്ത് ഈ ഒരു ലൂസ് ഉണ്ടാവണം കേട്ടോ, എന്നാലാണ് കുടിക്കുന്ന സമയത്ത് ഒരു കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് എടുക്കുമ്പോഴേക്കും ഒരു ഇത്തിരി കൂടെ ഒന്ന് തിക്കായിട്ടുണ്ടാവും. കൂടുതൽ കുറുകണ്ട, ആ ഒരു രീതി തന്നെ മതി. ഇനി നെയ്യിലൊന്ന് വറുത്തൊഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട്, കൂടുതൽ കട്ടിയില്ലാതെ അരിഞ്ഞ് ഒരു 1/4 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു തേങ്ങാക്കൊത്ത് കൂടുതൽ വേണം, കാരണം പായസത്തിൽ കാര്യമായിട്ട് അങ്ങനെ കടിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വറവായിരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും അത്യാവശ്യം ഒന്നായി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരി, കാഷ്യൂ മുന്തിരിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ പായസത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ആ ഒരു നെയ്യോട് കൂടെ തന്നെ ഒഴിക്കുക, അപ്പോഴേക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇത് മിക്സ് ആക്കേണ്ട, ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ മിക്സ് ആക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഒരു നല്ല ചൂടിൽ കുടിക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് ഒന്നില്ലെങ്കിൽ ലൈറ്റ് ചൂടിൽ, അല്ലെങ്കിൽ കുറച്ച് നല്ലോണം ചൂടാറിയിട്ടിട്ട്, തണുപ്പിച്ചിട്ടല്ല, എന്നാലും ചൂടാറിയിരിക്കുന്ന സമയത്ത് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കട്ടിയൊന്നുമില്ല, പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. ഈ ഒരു അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 6 ആൾക്കൊക്കെ സുഖമായിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് ആദ്യമായിട്ട് കുടിക്കുന്ന ഒരാൾക്ക് ഒരു മത്തൻ വെച്ചിട്ട് ചെയ്തതെന്ന് ഒറ്റയടിക്ക് പിടി കിട്ടുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മൾ വിചാരിക്കും, ഇതുവരെ ചെയ്യാത്തവർ വിചാരിക്കും ഇത് ടേസ്റ്റ് ഉണ്ടാകുമെന്ന്, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ കുറേ മുൻപ് ഒരു ക്യാരറ്റ് പായസം ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ആളുകൾ നല്ല കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുതുമയുള്ളതായിട്ട്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്